ഷെഫിനെ, ഇത് പേനയല്ല. അല്ല. ഹരി, ഇത് മൊബൈലല്ല. അല്ല. എന്തു പറ്റിയേട്ടാ നിങ്ങൾക്ക്? എന്നാ എണ്ണം പറ. ഇത് പെട്രോൾ പമ്പാണോ? അല്ല. അല്ലേ? അല്ല. എണ്ണ അടിക്കുന്ന സ്ഥലം മാത്രമല്ല. അത് ശരിയാണ്. ഭായിയും ബഹനവും, ഇത് എണ്ണ അടിക്കുന്ന സ്ഥലം മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് കക്കൂസ് നിർമ്മാണത്തിന് ഫണ്ട് കൊടുക്കുന്ന സ്ഥലം കൂടിയാണ്. അത് മാത്രമല്ല പ്യാര ദേശവാസിയും, ലിറ്ററിന് 2 രൂപ വീതം സംസ്ഥാന സർക്കാരിന് ക്ഷേമ പെൻഷനായി നാട്ടുകാർ സംഭാവന ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. ദോ വന്ന് 2 രൂപ, ദാ കിട്ടി 10 രൂപ, ദാ വന്ന് 2 രൂപ. എന്തുവാണ് ഇവിടെ പരിപാടി? പെട്രോൾ അടിക്കുന്നവരുടെ കണക്കെടുക്ക? വെറുതെ പെട്രോൾ അടിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കാതെ ചേട്ടാ. രാഷ്ട്രസേവനം ഇവിടെ നടക്കുന്നേ തന്നെ. എടേ, ശൗചാലയ നിർമ്മാണം, അതോടൊപ്പം തന്നെ സീഡ് ഫണ്ട്, എന്തിന്? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ. ഇതൊക്കെ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ? സീഡ് ഫണ്ട് എന്തൊക്കെ പേരില്ല പിരിവടക്കുന്നത്? കഴിഞ്ഞ സംസ്ഥാന ബജറ്റില് നമ്മുടെ ധനമന്ത്രി നമുക്കെല്ലാം ഒരു സമ്മാനം തന്നില്ലേ? എന്തിനാണെന്ന് ഓർത്തെ? പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 750 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. അടിപൊളി. എന്തായാലും രാവിലെ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഞാൻ പെൻഷൻ കാശ് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രസേവനം അതിലൂടെ ഞാൻ ആലോചിക്കുന്നേ, ഈ ഏപ്രിൽ മാസം മുതൽ 2 രൂപ സീഡ് പെൻഷൻ കൊടുത്തിട്ട് നമ്മൾ 700 കോടി കൊടുത്തു. എന്നിട്ടും എന്താണ് ഇവർ ഈ പെൻഷൻ കാശ് കൊടുക്കാത്തത്? കക്കൂസ് നിർമ്മാണ സിദ്ധാന്തം പോലെയല്ലേ ഇത്? എത്ര കിട്ടിയാലും മതിയാവൂല. അല്ല, 2 രൂപ കൂട്ടിയ ക്ഷേമ പെൻഷൻ ഗ്യാരണ്ടി എന്നായിരുന്നല്ലോ അന്നത്തെ ഡയലോഗ്. 2 രൂപ സെസ് നമ്മുടെ ഉണ്ടക്കി വെച്ച് കിട്ടിയപ്പം ഞാൻ അതുകൊണ്ടാണ് സഹിച്ചത്. ഇപ്പോ ധനമന്ത്രി പറയുന്നത് എന്താ അറിയോ? ഈ 2 രൂപ സെസ് കൊടുത്താലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള തുക തികയില്ലെന്ന്. വെറും 750 കോടിയേ കിട്ടുന്നുള്ളേ. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മാസം 900 കോടി രൂപ വേണം. എന്നാ പറച്ചിലോ എല്ലാം ശരിയാക്കും. ചുരുക്കത്തിൽ പറഞ്ഞ പെട്രോളിനും ഡീസലിന് 2 രൂപ കൂട്ടിയിട്ട് പെൻഷൻ കൊടുക്കാനും പറ്റിയില്ല. പിന്നെ സംസ്ഥാന സർക്കാർ എണ്ണ വില കൂട്ടിയെന്ന നാണക്കേടുണ്ട്. അതായത് ഒരിക്കലും നിർമ്മിച്ചു തീരാത്ത ശൗചാലയങ്ങൾ, ഒരിക്കലും കൊടുത്തു തീരാത്ത ക്ഷേമ പെൻഷൻ. എങ്കിലും പെട്രോൾ അടിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഇങ്ങനെ 2 രൂപ വീതം നികുതി കൊടുക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതം പിന്നെയും ബാക്കി. നാളത്തെ ബജറ്റിൽ എന്താണെന്ന് ആർക്കറിയാം? പോട്ടെ.